ഇപ്പോൾ കുറ്റകൃത്യത്തിന് ശേഷം പോലീസ് തന്നെ മനസ്സിലാക്കിയിരുന്നത് തൊട്ടുമുകളിലുള്ള ജ്യേഷ്ഠൻ ഉൾപ്പെടെ താമസിക്കുന്ന തറവാട് വീട്ടിലേക്കെത്തി അവിടെ നിന്നും വയറ് നിറയെ ഭക്ഷണം കഴിച്ചതിന് ശേഷം അവിടെ ഉണ്ടായിരുന്നൊരു കുളത്തിൽ മുങ്ങിക്കളിച്ച് വസ്ത്രങ്ങൾ മാറ്റി വനത്തിനുള്ളിലേക്ക് കടന്നു കളഞ്ഞു വരുന്നതായിരുന്നു. സ്വാഭാവികമായിട്ടും ഈ കൊലപാതകങ്ങൾക്ക് ശേഷം കടന്നുപോയ മേഖല അല്ലെങ്കിൽ വനത്തിനുള്ളിലേക്ക് ഓടി മറഞ്ഞ മേഖലയാണ് ഇപ്പോൾ പോലീസിന് അയാൾ കാണിച്ചു കൊടുക്കുന്നത്. ദൃശ്യങ്ങളിൽ നമ്മളത് കാണുന്നുണ്ട്. കൈകളിൽ വിലങ്ങേന്തിയ പ്രതിയായിട്ടുള്ള ചെന്താമര കാര്യങ്ങൾ വിശദീകരിച്ച് നൽകുന്ന കാഴ്ചയാണ്. അവിടെയുള്ള അയൽവാസികളോടൊക്കെ തന്നെ ഒരു നോട്ടം നോക്കുന്ന കാഴ്ചയൊക്കെ തന്നെ നേരത്തെ നമ്മൾ കണ്ടതാണ് എന്നുള്ളതാണ്. അതാ ഇപ്പോൾ ഈ ഒരു കനാലിൻ്റെ ഭാഗത്ത് പ്രതി എത്തിച്ചേർന്നിരിക്കുന്നു. അത്തരത്തിൽ ഈ പ്രധാനപ്പെട്ട തെളിവെടുപ്പിൽ പോലീസിനോട് കാര്യങ്ങൾ വിവരിച്ചു നൽകുന്ന കാഴ്ചയാണ്. ആദ്യഘട്ടത്തിൽ അയാളുടെ കോൺക്രീറ്റ് വീട്ടിനുള്ളിലേക്ക് കയറി എവിടെയായിരുന്നു ആയുധങ്ങളൊക്കെ തന്നെ വെച്ചിരുന്നതെന്ന് പോലീസിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രാഥമികമായിട്ടുള്ളൊരു പരിശോധന, തെളിവെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പരിശോധന, പ്രതിയുമായിട്ടുള്ളൊരു പരിശോധന അവിടെ വെച്ച് പോലീസ് പൂർത്തിയാക്കിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വനത്തിനുള്ളിലേക്ക് ഓടി മറഞ്ഞ മേഖല പ്രതി പോലീസ് ഉദ്യോഗസ്ഥർക്ക് കാണിച്ചു കൊടുക്കുന്നത്. ഇടുങ്ങിയ വഴിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മേഖലയെക്കുറിച്ചൊക്കെ കൃത്യമായ ധാരണയുണ്ടായിരുന്ന പ്രതി അതുകൂടി മനസ്സിലാക്കിയായിരുന്നു എവിടെയൊക്കെ തന്നെ ഒളിഞ്ഞിരിക്കാം എന്നറിവോടുകൂടി കടന്നു കളഞ്ഞത് എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു കനാലിൻ്റെ ഓരത്തോടു കൂടി സൂക്ഷിച്ചുകൊണ്ട് ചെന്താമര നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരൊക്കെ തന്നെ പല മേഖലകളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തി തമ്പടിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ച് വലിയ പ്രതിഷേധമുണ്ടായിരുന്നൊരു സംഭവത്തിൽ പോലീസ് നടപടിയെടുക്കുന്നില്ലെന്ന പരാതിക്കിടെയായിരുന്നു 2 അരങ്കൊലപാതകങ്ങൾ വീണ്ടും ഈ ഒരു മേഖലയിൽ അരങ്ങേറിയത്. സ്വാഭാവികമായിട്ടും പ്രതിയുടെ അറസ്റ്റിന് പിന്നാലെ ആ ഒരു പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. നെന്മാറ പോലീസ് സ്റ്റേഷന് മുൻപിൽ ജനങ്ങളോട് ആളിക്കത്തിയ പ്രതിഷേധത്തിന് ഏറ്റൊടുവിൽ പോലീസ് 2 പേരെ അറസ്റ്റ് ചെയ്തതും നമ്മൾ കണ്ടതാണ് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ നേരത്തെ ചെന്താമര പിടിയിലായ പാടത്തിനടുത്ത് എത്തിയിരിക്കുന്നു. ഇവിടെയായിരുന്നു ഒളിഞ്ഞു നിന്നിരുന്നതെന്ന് പ്രതി പോലീസിനോട് വിവരിച്ചു നൽകുന്ന കാഴ്ചയാണ് സ്മൃതി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ മുതൽ പറയുന്നതാണ്. SP തന്നെ ആ പ്രതിയുടെ ഒരു മനോഭാവത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് വിശദീകരിച്ചത് ഇങ്ങനെയായിരുന്നു. കൃത്യത്തിന് ശേഷം അയാൾ അതീവ സന്തോഷവാനാണ് എന്നുള്ളതായിരുന്നു. ഒരു തരത്തിലുള്ള കുറ്റബോധവും അയാളിൽ കാണാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പാലക്കാട് SP അജിത്ത് തന്നെ നമ്മളോട് വിശദീകരിച്ചതാണ്. സമാനമായ മുഖഭാവത്തോടു കൂടി പോലീസിനോട് കാര്യങ്ങൾ വിശദീകരിക്കുന്ന ചെന്താമരയുടെ കാഴ്ച തന്നെയാണ് തെളിവെടുപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ കുറ്റകൃത്യത്തിന് ശേഷം ഈ ഒരു മേഖലയിൽ നിന്നും കൊലപാതകത്തിന് വേണ്ടി ഉപയോഗിച്ച ആയുധങ്ങളൊക്കെ തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു സ്മൃതി. അതായത് സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വെട്ടുകത്തി, ആ ഒരു വെട്ടുകത്തി മൂർച്ച കൂട്ടി കാലങ്ങളായി കൊലപാതകത്തിന് വേണ്ടി ആസൂത്രണം ചെയ്യുന്നതിൻ്റെ ഭാഗമായി മൂർച്ച കൂട്ടി തൻ്റെ ലമാരയായിരുന്നു പ്രതി സൂക്ഷിച്ചിരുന്നത്. അതിനുശേഷം തുണി ഉപയോഗിച്ചുകൊണ്ട് വടി വെച്ച് കെട്ടിയാണ് സുധാകരനെ പ്രതി വെട്ടി വീഴ്ത്തിയിരുന്നത്, വെട്ടി നുറുക്കിയിരുന്നത്. ശബ്ദം കേട്ട് ഓടിയെത്തിയ ലക്ഷ്മിയെയും സമാനമായ രീതിയിൽ വെട്ടിപ്പരിക്കേൽപ്പിച്ച് നാട്ടുകാരാണ് ആദ്യഘട്ടത്തിൽ ഓടിയെത്തുന്നത്. ഇതോടുകൂടി ചെന്താമര ഇവിടെ നിന്നും കടന്നു കളയുകയായിരുന്നു. അങ്ങനെ നടന്നുപോയ ആ മേഖലയിലൂടെയാണ് ഇപ്പോൾ പോലീസ് പ്രതിയുമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അയാൾ കൈയും ചൂണ്ടി പോലീസുകളെക്കുറിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്, വിശദീകരിച്ച് നൽകുന്ന കാഴ്ചയാണ് സ്മൃതി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയോ പിറുപിറുക്കുന്ന കാഴ്ചയുണ്ട്. അതോടൊപ്പം തന്നെ അയാൾ എന്തൊക്കെയോ ശവക്കുന്നുമുണ്ട്. ഒരു തരത്തിലുള്ള കുറ്റബോധവുമില്ലാതെ കൂസലുമില്ലാതെ ആ കൊലപാതകങ്ങൾ എങ്ങനെ ചെയ്തു എന്ന് അയാൾ വിശദീകരിച്ച് നൽകുന്ന കാഴ്ചയാണ് സ്മൃതി. അതിനാടകീയമായ രംഗങ്ങൾ തന്നെയാണ് ഈ ഉള്ള ചില ചെടികളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും സ്മൃതി, അതായത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇവിടെയായിരുന്നു അയാൾ മൊബൈലും സിമ്മും ഉപേക്ഷിച്ചിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർക്ക് വിവരിച്ചു നൽകുന്നത്. നേരത്തെ തന്നെ നമ്മളത് പുറത്തുവിട്ടിരുന്നു. പ്രതിക്ക് വേണ്ടിയുള്ള ഊർജിതമായ തിരച്ചിൽ പോലീസ് നടത്തുന്നതിനിടയിലായിരുന്നു അയാളുടെ കൈവശമുണ്ടായിരുന്ന 3 മൊബൈൽ ഫോണിൽ ഒരു മൊബൈൽ ഫോണും അതിലുപയോഗിച്ചിരുന്ന സിം കാർഡ് ഒരു മേഖലയിൽ ഉപേക്ഷിച്ചിരുന്നതായി പോലീസ് സ്ഥിരീകരിച്ചിരുന്നത്. ഇപ്പോൾ ഒരു മൊബൈൽ ഉപേക്ഷിച്ച സ്ഥലം പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രതി കാണിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ്. പക്ഷേ ഇവിടെ തന്നെ ആ ഒരു മൊബൈൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രതി തന്നെ അവിടെയുള്ള ചെടികളൊക്കെ തന്നെ മാറ്റിക്കൊണ്ട് ആ മൊബൈൽ കാണിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മേഖലയിലായിരുന്നു പ്രതി സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്നത്. ഇവിടെ നിന്ന് മറ്റൊരു കുപ്പിയും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കീടനാശിനിയുടെ കുപ്പിയാണെന്നും തോന്നുന്നു.
മൊബൈലും സിമ്മും ഈ ഒരു മേഖലയിലേക്ക് ഉപയോഗിച്ച് കടന്നു കളഞ്ഞു എന്നുള്ളതായിരുന്നു പോലീസ് മനസ്സിലാക്കിയിരുന്നത്. ആ മേഖല തന്നെ പ്രതി ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കാണിച്ചു കൊടുത്തിരിക്കുന്നു. സ്മൃതി, ഇപ്പോൾ അയാൾ മുകളിലേക്ക് കയ്യുയർത്തി കാണിച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ നെല്ലിയാമ്പതി വനമേഖലയിൽ എവിടെയോ ആയിരിക്കാം ഒളിഞ്ഞിരുന്നത്. അത് പോലീസിന് പറഞ്ഞു കൊടുക്കുകയാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സ്മൃതി, എന്തായാലും ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾക്കൊക്കെ ശേഷം സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങൾ നമ്മൾ കാണുന്നത് പ്രതി അക്കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കുമ്പോൾ മുഖത്തുണ്ടാകുന്ന സങ്കടമൊക്കെ തന്നെ നമ്മൾ കാണാറുണ്ട്, മറ്റു പലതരത്തിലുള്ള സംഭവങ്ങൾ. പക്ഷേ ഈ പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസിൽ ഒരു തരത്തിലുള്ള ഭാവവ്യത്യാസവുമില്ലാതെ, കൂസലില്ലാതെ, കുറ്റബോധമില്ലാതെ തെളിവെടുപ്പ് ആരംഭിച്ച് അത് ഏകദേശം അരമണിക്കൂർ പിന്നിടാൻ പോകുമ്പോൾ പ്രതി പോലീസ് ഉദ്യോഗസ്ഥർക്ക് അത് വിവരിച്ചു നൽകുന്ന കാഴ്ച തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അലത്തൂർ DYSP തൊട്ടടുത്തുണ്ട്, അന്വേഷണ ഉദ്യോഗസ്ഥരാണ് അയാൾ. അപ്പോൾ അത്തരത്തിൽ എങ്ങനെയാണ് സംഭവം ഉണ്ടായതെന്നതിനെക്കുറിച്ച് പ്രതി വിശദീകരിച്ച് നൽകുന്ന കാഴ്ചയാണ്. ആദ്യഘട്ടത്തിൽ ചെന്താമരയുടെ വീട്ടിലേക്ക് വന്നായിരുന്നു പോലീസ് പ്രാഥമിക തെളിവെടുപ്പ് നടത്തിയിരുന്നത്. ഇപ്പോൾ മൊബൈൽ ഉപേക്ഷിച്ച മേഖലയിലെത്തി അത് പോലീസിന് കാണിച്ചു കൊടുത്തതിന് ശേഷം തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ മടങ്ങുന്ന കാഴ്ചയാണ്. നിലവിലെ സാഹചര്യം വെച്ച് പ്രതി നാട്ടുകാരോടൊക്കെ തന്നെ പ്രകോപിതനാകാനുള്ള സാധ്യത പോലീസ് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അവിടെ നിന്നും അയാൾ പ്രതിയെ താഴേക്ക് ഇറക്കുന്ന കാഴ്ചയാണ്. തീർച്ചയായും സ്മൃതി, എനിക്ക് പിൻഭാഗത്ത് കാണുന്ന ചെന്താമരയെ നമ്മളത് കാണുന്നുണ്ട്. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സംഘത്തേക്ക് തന്നെ രൂക്ഷമായ നോട്ടമാണ് പ്രതി നോക്കിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ തെരച്ചിൽ നടത്തിയിരുന്ന സമയത്തൊക്കെ തന്നെ നമ്മളോട് ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു, നിങ്ങളും ജാഗ്രതയോടുകൂടി തെരച്ചിലിൽ പങ്കെടുക്കണം, ഒരുപക്ഷെ പ്രതി എവിടെയെങ്കിലും ഒളിഞ്ഞിരുന്ന് നിങ്ങളൊക്കെ തന്നെ അപായപ്പെടുത്താനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും പ്രതിയെ നേരിട്ട് കാണുന്ന സമയത്ത് നമ്മളത് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്.